ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിൽ പിഴവുകൾ എണ്ണിപ്പറഞ്ഞ അന്വേഷണ റിപ്പോർട്ട്. ഗുരുതര അശ്രദ്ധയാണ് ഉണ്ടായതെന്നും ഡോക്ടർ ഷാഹിദയ്ക്കും നഴ്സിംഗ് ഓഫീസർ ധന്യയ്ക്കും പിഴവിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ലെന്നും വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. വീഴ്ചയിൽ ഡോക്ടർക്കും നഴ്സിംഗ് ഓഫീസർക്കും തുല്യ ഉത്തരവാദിത്വമാണ്. കോവിഡ് കാലമായതിനാൽ ഉഷയുടെ ശസ്ത്രക്രിയ നടക്കുമ്പോൾ മറ്റൊരു ശസ്ത്രക്രിയ കൂടി ചെയ്യേണ്ടി വന്നെന്നും കത്രിക ശ്രദ്ധിക്കാതെ പോയത് ജോലി തിരക്ക് കാരണമെന്നും റിപ്പോർട്ടിലുണ്ട്. ആരോഗ്യവകുപ്പ് നിയോഗിച്ച വിദഗ്ധ സമിതി അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറി. ഉഷയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അമൃത ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സുനിഷ എല്ലൂരും അർജുൻ മട്ടന്നൂരും ഉണ്ട് തത്സമയം. ആദ്യം സുനിഷയിലേക്ക്. വെരി ഗുഡ് മോർണിംഗ് സുനിഷ. വെരി ഗുഡ് മോർണിംഗ് അർജുൻ മട്ടന്നൂർ. സുനിഷ, ഇപ്പോൾ വന്നിരിക്കുന്ന വിവരമനുസരിച്ച് ഗുരുതരമായ വീഴ്ചയാണ് ഡോക്ടർ ഷാഹിദയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. ഡോക്ടർ ലളിതാംബികയുടെ മേൽനോട്ടത്തിൽ നടത്തിയ സർജറിയാണ്. സർജറി യൂണിറ്റിന്റെ ചീഫായിരുന്നു ലളിതാംബിക. ലളിതാംബിയുടെ പേരാണ് മകൻ ആദ്യം പറയുന്നതെങ്കിലും യഥാർത്ഥത്തിൽ സർജറി നടത്തിയത് ഡോക്ടർ ഷാഹിദയും ആ സമയത്ത് സ്ക്രബ് നേഴ്സായിട്ട് കൂടെ ഉണ്ടായിരുന്നത് ധന്യയുമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കോവിഡ് കാലമാണ്, തിരക്കുണ്ട് എന്നതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഈ കത്രികയെ പോലെയുള്ള സാധനം, അതായത് ഈ ആർട്ടറി ഫോസപ്സ് ഈ ഉഷയുടെ വയറ്റിൽ കുടുങ്ങാനിടയായ സാഹചര്യം അത് മറന്നുപോയത് ഗുരുതരമായ വീഴ്ചയാണ് എന്ന് തന്നെയല്ലേ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക വിലയിരുത്തൽ? സുനിഷ, ഗുഡ് മോർണിംഗ് അരുൺ. നേരത്തെ തന്നെ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് ഡോക്ടർക്കും നഴ്സിംഗ് ഓഫീസർക്കും എന്ന വ്യക്തമായിരുന്നു. പിന്നാലെ തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെയും കോട്ടയം മെഡിക്കൽ കോളേജിലെയും ഡോക്ടർമാരുടെ ഒരു വിദഗ്ധ സമിതി ഈ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നത്. ഈ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന് കൈമാറിയിരിക്കുന്നത്. കൃത്യമായി ഈ അരുൺ പറഞ്ഞതുപോലെ വീഴ്ചകൾ എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണ്, മനഃപൂർവ്വമല്ലെങ്കിലും ഡോക്ടറുടെ ഭാഗത്തു നിന്നും നഴ്സിന്റെ ഭാഗത്തു നിന്നും അശ്രദ്ധയുണ്ടായി. അതാണ് ഈ ചികിത്സാ പിഴവിന് കാരണം എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ഇതിൽ രണ്ടുപേർക്കും ഈ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ശസ്ത്രക്രിയ നടത്തുന്ന ഒരു ഡോക്ടറുടെ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം ഈ ഉപകരണങ്ങൾ അത് തിരിച്ചെടുക്കേണ്ടത് അത് ഡോക്ടറുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഈ ഷാഹിദ ഡോക്ടർ അത്തരത്തിൽ ഈ ഉപകരണം തിരിച്ചെടുക്കുന്നതിൽ അശ്രദ്ധ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം. ഒപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്ന നഴ്സിംഗ് ഓഫീസർ ആരാണോ അവരാണ് ഈ ഉപകരണങ്ങളെല്ലാം തന്നെ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ട് അത് അണുവിമുക്തമാക്കേണ്ട ജോലി ചെയ്യേണ്ടത്. സ്വാഭാവികമായും അന്നേ ദിവസം ഇത്തരത്തിൽ ഈ ഉപകരണങ്ങളെല്ലാം എണ്ണി തിട്ടപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ അണുവിമുക്തമാക്കി വെക്കുമ്പോൾ തന്നെ എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ തന്നെ ഈ ഉപകരണം ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ അത്തരത്തിൽ എണ്ണി തിട്ടപ്പെടുത്തുന്നതിൽ അശ്രദ്ധ സംഭവിച്ചു നഴ്സിംഗ് ഓഫീസർക്ക് എന്നുള്ളതാണ് മറ്റൊരു വശം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇരു കൂട്ടർക്കും ഇതിൽ കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ എണ്ണി പറയുന്നത്. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്ന യൂണിറ്റ് ചീഫായിരുന്ന ലളിതാംബികയ്ക്ക് ഇതിൽ പങ്കുണ്ടോ എന്നതായിരുന്നു ചോദ്യം. നിലവിൽ ഏതായാലും ഈ അന്വേഷണ റിപ്പോർട്ടിൽ അത്തരത്തിലൊരു കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മറ്റേതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അടുത്ത ഘട്ടത്തിൽ വരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ 2021 മെയ് മാസത്തിലാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കോവിഡ് കാലമായിരുന്നു. PPE കിറ്റ് ധരിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് മതിയായ ജീവനക്കാർ ഉണ്ടായിരുന്നില്ല. അതായത് ഒരു കുറച്ച് ജീവനക്കാർ മാത്രമാണ് ആ സാഹചര്യത്തിൽ ഉണ്ടായിരുന്നത്. അതേ ദിവസം തന്നെ മറ്റൊരു ശസ്ത്രക്രിയ കൂടി ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് തിരക്ക് കാരണം ഈ ഉപകരണം എടുക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് ഡോക്ടർ മൊഴി നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ പോലും കൃത്യമായി അശ്രദ്ധയാണ്, മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അശ്രദ്ധ സംഭവിച്ചിട്ടുണ്ട്. ഡോക്ടർക്കും നഴ്സിംഗ് ഓഫീസർക്കും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇനി സ്വാഭാവികമായും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി എന്നുള്ളതാണ് അരുൺ അറിയേണ്ടത്. ഇരു കൂട്ടരെയും ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിൽ വീഴ്ച സംഭവിച്ചൊരു പശ്ചാത്തലത്തിൽ ഈ റിപ്പോർട്ടിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കിയതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഏത് നടപടി എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അരുൺ. തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. അക്കാര്യത്തിൽ എന്താ സംശയം? ഇപ്പോൾ സസ്പെൻഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് നടപടികൾ ഉണ്ടാവും. ഗുരുതരമായ വീഴ്ചയല്ലേ? എത്ര വർഷമല്ലേ? 5 വർഷം ഈ കത്രിക പോലിരിക്കുന്ന ആർട്ടറി ഫോസപ്സ് കൊണ്ടുപോകാം. മാത്രമല്ല വയറ്റിനുള്ളിൽ ഇരുന്നത് ഒടിയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ എങ്ങനെ ഒടിഞ്ഞ് ഇതിനുള്ളിൽ പോയിട്ടും അവർ അതിജീവിച്ചത് അത്ഭുതകരമാണ്. നമുക്കിപ്പോൾ അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, ഉഷ ജോസഫിനെ ശരിക്കും സമ്മതിച്ചു കൊടുക്കണം. 5 വർഷമായിട്ട് ഒരു കുടിഞ്ഞിൽ പോലിരിക്കുന്ന ഈ ആർട്ടറി ഫോസപ്സ് പോലുള്ളൊരു സാധനം വയറ്റി വെച്ചുകൊണ്ട് എല്ലാ പണിയും എടുക്കുക, ആ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുക. ഇപ്പോൾ എന്തായാലും ചെറിയൊരു ആശ്വാസമായി കാണുമല്ലേ ഉഷയ്ക്ക്? ശസ്ത്രക്രിയ പൂർണ്ണ വിജയമാണ്. എങ്ങനെയുണ്ട് ഉഷ ജോസഫിന്റെ ആരോഗ്യനില? ഗുഡ് മോർണിംഗ് അർജുൻ.
ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഉഷ ജോസഫിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇന്നലെയാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കി ഈ ശസ്ത്രക്രിയ ഉപകരണം അത് പോലീസിന് കൈമാറിയത്. ഇപ്പോൾ നിലവിൽ കൊച്ചി അമൃത ആശുപത്രിയിലാണ് ഉഷ ജോസഫ് ചികിത്സയിൽ കഴിയുന്നത്. ഇപ്പോൾ ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളില്ല എന്ന് തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പോലീസ് അടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ്. ഇനി മെഡിക്കൽ സംഘത്തിന്റെ അഭിപ്രായമടക്കം തേടിയ ശേഷം ഇതിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. പ്രത്യേകിച്ച് ശസ്ത്രക്രിയ നടത്തിയ ഗൈനക്കോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ ജെ ഷാഹിദ, അതോടൊപ്പം തന്നെ നഴ്സായ PS ധന്യ എന്നിവരെയും പ്രതി ചേർക്കും. നിലവിൽ ഗൈനക്കോളജി വിഭാഗം മേധാവിയായ ലളിതാംബികയെ മാത്രമാണ് പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത്. ഇന്നലെ അമ്പലപ്പുഴ DYSP നേരിട്ട് അമൃത ആശുപത്രിയിൽ വരികയും ഈ ശസ്ത്രക്രിയ ഉപകരണം വാങ്ങുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, ഇന്നലെ നടത്തിയ ശസ്ത്രക്രിയ ഇത്തരം ചില പ്രശ്നങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട്, അതോടൊപ്പം തന്നെ സർജറി വിഭാഗം മേധാവി എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഇന്നലെ ഈ ശസ്ത്രക്രിയ അടക്കം നടത്തുകയും ചെയ്തിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉഷ ജോസഫിന് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയും എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. ഏതായാലും 5 വർഷമാണ് ഇത്രയും വലിയ ദുരിതം അനുഭവിക്കേണ്ടി വന്നത്. ഹർഷിനിയും സമാനമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി പോലീസിന്റെ നടപടി അത് നാളെ സ്വാഭാവികമായും ഈ ശസ്ത്രക്രിയ ഉപകരണം കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് പോലീസും കടക്കുന്നുണ്ട്. കൂടുതൽ പേരുടെ മൊഴി രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ ആശുപത്രിയിലെ ചികിത്സാ രേഖകളടക്കം വിശദമായി പരിശോധിക്കും. അതിൽ ഏറ്റവും പ്രധാനം ഈ 2 പേരെ കൂടി പ്രതി ചേർക്കും എന്നുള്ളതാണ്. ശസ്ത്രക്രിയ നടത്തിയ ജെ ഷാഹിദ, ഒപ്പം ഈ നഴ്സായ PS ധന്യ എന്നിവരെ കൂടി അമ്പലപ്പുഴ പോലീസ് പ്രതി ചേർക്കും. ഓക്കെ, താങ്ക് യു. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തെരഞ്ഞെടുപ്പ് കാലമാണ്. കയ്യിൽ വീണ് കിട്ടുന്നതെന്തും അത് വലിയ ആയുധമാക്കി പ്രതിപക്ഷം മാറ്റും. അത് പ്രതിപക്ഷം ചെയ്യേണ്ട ജോലി തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മളവരെ പ്രതിപക്ഷം എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും ഭരണപക്ഷം ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിമർശനം ആരോഗ്യമേഖല അമ്പാടെ തകർന്നുപോയി എന്ന മട്ടിലുള്ള പ്രചരണം അഴിച്ചുവിടുന്നത് ആരോഗ്യമേഖലയെ സംരക്ഷിക്കാനല്ല, പകരം സ്വകാര്യ കുത്തകകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. അത് പറയുന്നതിന് ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് നിലവിൽ നമ്മളുടെ സ്വകാര്യ ആശുപത്രികളെ ഏറ്റെടുക്കാൻ ഒരുപാട് വിദേശ നിക്ഷേപകരൊക്കെ എത്തിയിട്ടുണ്ട്. പല സ്ഥാപനങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. പലയിടങ്ങളിലും വലിയ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് രോഗികളെ കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ തകർന്നു എന്നുള്ളത് വരുത്തി തീർക്കണം എന്നുള്ളതാണ്. അങ്ങനെ തകർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അപ്പാടെ തകർന്നിട്ടില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ബിന്ദു സുന്ദറിനെ പോലെയുള്ള ചില വിഷയങ്ങൾ അല്ലെങ്കിൽ വീഴ്ച വരുത്തുന്ന ഡോക്ടർമാർ അവിടെയുണ്ട്. അതൊക്കെ നമ്മൾ കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഡോക്ടർ ഷാഹിദയുടെ കാര്യം പറഞ്ഞു, കോന്നിയിൽ നിന്നൊരു സൂപ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞു, അങ്ങനെ ചേർത്തലയിലെ താലൂക്ക് ആശുപത്രിയുടെ കാര്യം പറഞ്ഞു. അങ്ങനെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ട്. പ്രതിപക്ഷം എന്താ പറയുന്നത്, ഈ ഒറ്റപ്പെട്ട സംഭവങ്ങളെല്ലാം കൂടെ കൂട്ടിവയ്ക്കുമ്പോൾ വലിയ സംഭവങ്ങളാകും എന്നുള്ളതാണ്. പക്ഷേ നോക്കൂ, ദേശീയ ശരാശരി ഏകദേശം 10% സർജറികളിൽ വരുന്ന പിഴവ്. നമ്മുടെ നാട്ടിലും അത് 0.4% താഴെ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് മികച്ച സർജറി വിജയ റേറ്റ് ഉള്ളത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ സംവിധാനം പൂർണ്ണമായും തകർന്നുപോയി എന്ന പ്രചരണത്തിന് കുളപിടിക്കാൻ ഞങ്ങളില്ല. നമ്മളാരും അത് വസ്തുതയല്ല എന്ന് തന്നെ പറയും. പക്ഷേ ഈ വീഴ്ചകളെ ചൂണ്ടിക്കാട്ടുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അത് പ്രതിപക്ഷത്തിൻ്റെയും ധർമ്മമാണ്.